നിർദ്ദേശങ്ങൾ പാലിച്ച് കൃത്യമായി അകലം പാലിച്ച് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. പ്രിയപ്പെട്ട കളിക്കാർ, അവർക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ ഭംഗിയായി ഇത് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പൊയിലൂർ, അരുണ്ട, ഉമ്മത്തൂർ. പൊയിലൂർ, അരുണ്ട, ഉമ്മത്തൂർ ഭാഗത്തുനിന്ന് വന്ന വനിതകൾ പൂർണ്ണമായും ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കണമെന്ന് അറിയിക്കുന്നു. തുടർന്ന് മൊകേരി മണ്ഡലത്തിൽ നിന്നും വന്ന വനിതകൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുക. മൊകേരി. പാനൂർ മണ്ഡലത്തിൽ നിന്നും വന്ന വനിതകൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ഭംഗിയായി തിരുവാതിര അവതരിപ്പിക്കാൻ പറ്റുന്ന അകലത്തിൽ സ്വയം ആ അകലം മനസ്സിലാക്കി നിൽക്കണമെന്ന് അറിയിക്കുന്നു. ഗ്രൗണ്ടിൽ പ്രവേശിച്ച കളിക്കാർ ശ്രദ്ധിക്കുക. വളരെ സുഗമമായി കളിക്കാൻ പറ്റുന്ന രീതിയിൽ അകലം പാലിച്ച് നിൽക്കാൻ അവരവർ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. പൊയിലൂർ, അരുണ്ട, ഉമ്മത്തൂർ. ശേഷം പാനൂർ മണ്ഡലത്തിന് ശേഷം പുത്തൂർ മണ്ഡലത്തിൽ നിന്നും വന്ന വനിതകൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കണം. പുത്തൂർ. തിരുവാതിരയിൽ പങ്കെടുക്കുന്ന വനിതകൾ മൈതാനത്ത് അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്കകം വേദിയിൽ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ബ്ലോക്ക് മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ബിന്ദു KC സ്വാഗതം പറയും. ദൃശ്യവിസ്മയത്തിന്റെ ചെയർമാൻ ശ്രീ KP സാജു അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ KP ഹാഷിം ആമുഖ ഭാഷണം നടത്തും. കണ്ണൂർ DCCയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്യുകയും ഉദ്ഘാടന ഭാഷണം നടത്തുകയും ചെയ്യും. തിരുവാതിര ദീപം കൈമാറൽ നടത്തുന്നത് KPCC മെമ്പർ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ V സുരേന്ദ്രൻ മാസ്റ്റർ. ഇന്നത്തെ ചടങ്ങിന്റെ മുഖ്യാതിഥി ശ്രീ രമേശ് പറമ്പത്ത് MLA. ദീപസമർപ്പണം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ശ്രീജ മഠത്തിൽ. അതോടൊപ്പം വേദിയിൽ സന്നിഹിതരായ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ PPA സലാം, ശ്രീമതി രജനി രമാനന്ദ്, അഡ്വക്കേറ്റ് ലിഷ ദീപക് തുടങ്ങിയ മുഴുവൻ ആളുകളും വേദിയിലിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും.
ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുന്നത് ദൃശ്യവിസ്മയത്തിന്റെ ജനറൽ കൺവീനർ ശ്രീ CVA ജലീൽ മാസ്റ്റർ അവർകളാണ്. അതിനുശേഷം ദൃശ്യമനോഹരമായ ദൃശ്യവിസ്മയം തിരുവാതിര, നയനാനന്ദകരമായ കണ്ണിന് കുളിർമയേകുന്ന തിരുവാതിര ഈ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നതായിരിക്കും. മൊകേരി മണ്ഡലത്തിൽ നിന്ന് വന്ന വനിതകൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കണം. കുന്നോത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും വന്നവർ കുന്നോത്തുപറമ്പ് ആദ്യം കോച്ച് ഭാഗം കടുങ്ങാമ്പൂയിൽ ടീം ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോച്ച് ഭാഗം ഈ മൈക്ക് പോയിന്റിലേക്ക് വരണം. ഇവിടെ അനൗൺസ്മെന്റ് പോയിന്റ് ഈ ഭാഗത്തേക്ക് വരിക. ഗ്രൗണ്ടിന് ചുറ്റും ഉള്ള കസേരകൾ ഇരിക്കാൻ സൗകര്യമുണ്ട്. പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ഗ്രൗണ്ടിനകത്തേക്ക് കടന്നിരിക്കാനുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യം ഉപയോഗപ്പെടുത്തുക. ലാസ്റ്റ് ബാക്കിൽ നിൽക്കണ്ടേ മൊകേരി ബസ് നടന്നു വരുന്നേ മൊകേരി ഇറങ്ങി തുറന്നിട്ടുണ്ടോ? മൊകേരി മണ്ഡലത്തിൽ നിന്നും വന്ന വനിതകൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റാവണമെന്ന് അറിയിക്കുന്നു. ഈ തിരുവാതിരയ്ക്ക് ശേഷം ഈ സ്റ്റേജിൽ നാട്ടുമൊഴി റംഷി പട്ടുപവും പാട്ട് ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് മറ്റനേകം കലാപരിപാടികളും ഈ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടും. മുഴുവൻ കലാപരിപാടികളും ആസ്വദിച്ചതിനു ശേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോവാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രൗണ്ടിൽ പ്രവേശിച്ച കളിക്കാരികളുടെ ശ്രദ്ധയ്ക്ക് കൃത്യമായി അകലം പാലിച്ച് അവരവർ നിൽക്കുന്ന ലൈൻ ഐഡന്റിഫൈ ചെയ്ത് കളിച്ചാൽ മാത്രമേ ഭംഗിയായി തിരുവാതിര അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നിന്ന ലൈനിൽ തന്നെ കളിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം.
ബിന്ദു KC സ്റ്റേജിൽ എത്തിച്ചേരണം. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിമാർ സ്റ്റേജിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ടീമുകൾ റെഡിയാണ്. നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കുക, എല്ലാ ടീം അംഗങ്ങളും സജ്ജമായിരിക്കണം. ഉദ്ഘാടന ചടങ്ങിന് ശേഷം തിരുവാതിര ആരംഭിക്കും. എല്ലാവർക്കും നമസ്കാരം. പാനൂരിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ഉത്സവമായിട്ടുള്ള ദൃശ്യവിസ്മയം 2023 ഭാഗമായി 1000 വനിതകൾ അണിനിരക്കുന്ന മെഗാ തിരുവാതിരയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നർത്തകിമാർക്കും അവരെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള മുഴുവൻ നാട്ടുകാർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹസ്വാഗതം ആശംസിക്കുകയാണ്. ഈ ഒരു ചടങ്ങിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ ഒരു ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു KC ആണ്. സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ, എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരും സ്റ്റേജിലേക്ക് വരണം. അതുപോലെ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ, ഇവിടെ കസേര ഉണ്ട്, അവിടെ കളിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ ഇപ്പുറം കസേരയിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദേശീയതയും മതേതരത്വവും കൂട്ടിയിണക്കി ഇന്ത്യയെ പതിറ്റാണ്ട് കാലത്തോളം നയിച്ചുകൊണ്ടിരിക്കുന്ന INC പാനൂർ ബ്ലോക്ക് കൂത്തുപറമ്പ് ബ്ലോക്ക് മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗീത ടീച്ചർ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദൃശ്യവിസ്മയം 2023 രാഷ്ട്രീയ സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന മെഗാ തിരുവാതിരയുടെ ഭാഗമായിട്ടുള്ള ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനുശേഷം കണ്ണിനും മനസ്സിനും കുളിർമയണിയിക്കുന്ന മെഗാ തിരുവാതിര ഈ ഒരു ഗ്രൗണ്ടിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയിട്ടുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബിന്ദു KC അദ്ദേഹത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കാവലോട് ചോദിക്കാണ് കാവല് മൂപ്പറുണ്ട് സാർ. ഈ ഒരു പ്രോഗ്രാം മനോഹരമായിട്ട് വീക്ഷിക്കുന്നതിന് വേണ്ടി സ്റ്റേജിന്റെ വലത് സൈഡിൽ ഒരുപാട് കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അവിടെ ഇരുന്നു കൊണ്ട് സംഘാടകരുമായി സഹകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുള്ള ടെറസിന് മുകളിൽ നിൽക്കുന്നവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം, അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് സംഘാടകർ അറിയിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങൾ ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സ്വാഗത ഭാഷണത്തിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു KC. വേദിയിലിരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് അവർകൾ, PPA സലാം അവർകൾ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി രജനി രമാനന്ദ്, അഡ്വക്കേറ്റ് ലിഷ ദീപക്, ബ്ലോക്ക് പ്രസിഡന്റ് KP ഹാഷിം, ദൃശ്യവിസ്മയം ചെയർമാൻ KP സാജു അവർകൾ, വി സുരേന്ദ്രൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, CVA ജലീൽ, PK ഷാഹുൽ ഹമീദ് അവർകൾ ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന ജവഹർ ബാൽ മഞ്ച് നേതാവ് ലിഷ ദീപക്, കൂത്തുപറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് KK ഗീത ടീച്ചർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ബഹുമാനപ്പെട്ട രമേശ് പർവത്ത് MLA ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ദൃശ്യവിസ്മയം 2023 ഭാഗമായി മഹിളാ കോൺഗ്രസ് ഒരുക്കുന്ന 1000 വനിതകളുടെ തിരുവാതിരയാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസ് ഒരുക്കുന്ന ഈ ഒരു പരിപാടി കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലൊട്ടാകെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ 2 മാസക്കാലമായി ഞങ്ങൾ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരന്തര പരിശീലനത്തിലായിരുന്നു. പാനൂരും പരിസര പ്രദേശത്തുമുള്ള 45 ബ്ലോക്കുകളിലായി ഒട്ടനേകം വനിതകൾ ഈ ഒരു പരിശീലനത്തിൽ പങ്കാളികളായി. 1000 വനിതകളെ സംഘടിപ്പിച്ച് അവർക്ക് പരിശീലനം നൽകി ഒരു മാലയിൽ കോർത്തിണക്കിയ മുത്തുമണികൾ പോലെ ഇങ്ങനെ കോർത്തിണക്കാൻ ഒരുപാട് പ്രയാസം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 2017-2018 ദൃശ്യവിസ്മയത്തിൽ മെഗാ തിരുവാതിരയും മെഗാ ഒപ്പനയും നമുക്ക് സമ്മാനിച്ച വിസ്മയ കാഴ്ചകൾ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. ഈ ഒരു പരിപാടി വിജയിപ്പിക്കാൻ കൂടെ നിന്ന എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ മെഗാ തിരുവാതിരയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നന്ദി പറയുകയാണ്. സാധാരണക്കാരായ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ രാത്രിയും പകലും ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ ഒരു തിരുവാതിര സംഘടിപ്പിച്ചത് എന്നത് ഏറ്റവും പ്രശസ്തനീയമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മഹിളാ കോൺഗ്രസിന്റെ കരുത്തും സംഘാടക മികവും വിളിച്ചോതുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടി കേരളത്തിലെ മറ്റു ബ്ലോക്കുകളും അനുകരിക്കണം എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട രമേശ് പറമ്പിൽ MLA ഞാൻ ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് അവർകളെ ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട DCC ജനറൽ സെക്രട്ടറി KP സാജു അവർകളെ
ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആമുഖ പ്രഭാഷണം നടത്തുന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KP ഹാഷിം അവർകളെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടിയിൽ ദീപം കൈമാറുന്നത് V. സുരേന്ദ്രൻ മാസ്റ്ററാണ്, KPCC മെമ്പർ. അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ദീപസമർപ്പണം നടത്തുന്നത് ബഹുമാനപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ ശ്രീജ മഠത്തിൽ അവർകളാണ്. അവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രജനി രമാനന്ദ്, JBM സംസ്ഥാന കമ്മിറ്റി അംഗം ലിഷ ദീപക്, കൂത്തുപറമ്പ് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഗീത ടീച്ചർ, അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ സെക്രട്ടറിമാരായ നിഷ നെല്യാട്ട്, ഷീന ഭാസ്കരൻ, നിഷിത തുടങ്ങിയവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ മണ്ഡലത്തിൽ നിന്നും എത്തിയിട്ടുള്ള മണ്ഡലം പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന സംസ്ഥാന നേതാക്കന്മാരായ രമേശൻ മാസ്റ്റർ, സതീഷ് അവർകൾ, അതുപോലെ തന്നെ റോബർട്ട് വെള്ളാമ്പള്ളി ഉൾപ്പെടെ, കണ്ടോത്ത് ഗോപി ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ മുഴുവൻ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി വീക്ഷിക്കുന്ന മുഴുവൻ നാട്ടുകാരെയും ജനപ്രതിനിധികളെയും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള PPA സലാം അവർകൾ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ്, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ദൃശ്യവിസ്മയം 2023 ചെയർമാൻ KP സാജു അവർകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് മാം. ഈ ഒരു ചടങ്ങിന് ഔപചാരികമായ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിനു വേണ്ടി ദൃശ്യവിസ്മയം 2023 ചുക്കാൻ പിടിക്കുന്ന DCC സെക്രട്ടറി KP സാജു സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ് അവർകൾ, നമുക്കൊക്കെ പ്രിയങ്കരനായ ശ്രീ രമേശ് പറമ്പത്ത് MLA, വേദിയിലിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്, സമയക്കുറവുമുണ്ട്. നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇതൊരു അഭിമാന നിമിഷമാണ്. പാനൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേരുകൾ നഷ്ടപ്പെട്ടിട്ടില്ല, കരുത്തുറ്റ സംഘടനയാണ് എന്ന് വിളിച്ചോതുന്ന അതിമഹത്തായ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ജനാധിപത്യവും മതേതരത്വവും രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജനാധിപത്യ വിരുദ്ധ ശക്തികൾക്കെതിരായുള്ള പോരാട്ടം വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കലാപ്രകടനങ്ങൾ നടത്തുന്നത്. ജനാധിപത്യ ബോധമുള്ള കുട്ടികളെ, സ്ത്രീകളെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം. അതിനുവേണ്ടി കഴിഞ്ഞ 1.5 മാസക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അത്യധ്വാനം ചെയ്യുന്ന മഹിളാ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ്. 2016 ദൃശ്യവിസ്മയം തുടങ്ങിയത്. ദൃശ്യങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അന്ന് നമ്മൾ ആദ്യം ചെയ്തത് കുട്ടികളുടെ ഘോഷയാത്രയായിരുന്നു. പക്ഷേ 2017 ദൃശ്യവിസ്മയ ഘോഷയാത്രയ്ക്ക് പുറമെ മഹിളകളുടെ മെഗാ തിരുവാതിര, 1000 മഹിളകളുടെ മെഗാ തിരുവാതിര നടത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോ സത്യത്തിൽ ആരുടെ മനസ്സിലും 1000 വനിതകൾ അവരുടെ എണ്ണത്തിൽ പൂർത്തീകരിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷേ അഭിമാനത്തോടുകൂടി ആ സമയവും 2 മാസക്കാലത്തെ പ്രവർത്തനം കൊണ്ട് 2017 1000 വനിതകളുടെ മെഗാ തിരുവാതിര നടത്താനും
2019 ഇതേ വേദിയിൽ 1000 മഹിളകളുടെ മെഗാ ഒപ്പന നടത്താനും നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യജനകമായ കാര്യമായി ഞാനിവിടെ കാണുകയാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ഇന്ത്യാ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ ഘടകവും, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഘടകവും ഇതുപോലെ മഹിളകളെ അണിനിരത്തിയുള്ള കലാപ്രകടനം നടത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ വർഷത്തെ ഒപ്പനയുടെ ദൃശ്യങ്ങൾ യൂട്യൂബിലും അതുപോലെ AICCയുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അപ്പൊ ആ തരത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ വ്യത്യസ്തമായ രീതിയിലൂടെ കൊണ്ടുപോയി കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തിനും രാജ്യത്തിനും ആവശ്യമാണ് എന്നുള്ള അതിശക്തമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് നമ്മൾ. മേലിലും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്തമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. 29-ാം തീയതി പാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുദിനമാണ്. നമ്മുടെ മേഖലയിലെ മുഴുവൻ കുട്ടികളെയും, ചെറിയ കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ജവഹർ ബാൽമഞ്ചിന്റെ നേതൃത്വത്തിൽ ദൃശ്യ വിസ്മയ യാത്ര നടത്തുകയാണ്. ആ പരിപാടിയിലും ഈ പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഉണ്ടായിരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ദൃശ്യവിസ്മയം 2023 വേണ്ടി ഞാൻ സഹർഷം അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ആമുഖ ഭാഷണമാണ്. അതിനുവേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള KP ഹാഷിം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മറികടന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഊർജമായിക്കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമുഖ ഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട KP ഹാഷിം സർ. ഈ ചടങ്ങിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ദൃശ്യവിസ്മയയാത്ര 2023 ചെയർമാൻ പ്രിയപ്പെട്ട KP സാജു, ഏറെ ബഹുമാന്യനായ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, ഈ ചടങ്ങിനെ ഒരു സന്തോഷകരമായ ചടങ്ങാക്കി മാറ്റാൻ വേണ്ടി മുഖ്യാതിഥിയായി ഇവിടെ എത്തിയ ഏറെ പ്രിയങ്കരനായ MLA രമേശ് പറമ്പത്ത്, വേദിയിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർ V സുരേന്ദ്രൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, ഏറെ പ്രിയപ്പെട്ട VPS സലാം, PK ഷാഹുൽ ഹമീദ്, വേദിയിലെ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറെ സന്തോഷമുള്ള ഒരു ചടങ്ങ്. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ദൃശ്യവിസ്മയം 2023 രാജ്യത്ത് കോൺഗ്രസ് പ്രസ്ഥാനം നൽകുന്ന സന്ദേശം എന്താണോ അത് ഇതുതന്നെയാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി പാനൂരിലെ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ദൃശ്യവിസ്മയം 1000 വനിതകളുടെ മെഗാ തിരുവാതിര കഴിഞ്ഞ വർഷങ്ങളിൽ കൊറോണ കാലമായതിനാൽ നടത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ നടത്താൻ സാധിച്ചില്ല. പക്ഷേ 1000 വനിതകളുടെ മെഗാ തിരുവാതിരയും 1000 വനിതകളുടെ മെഗാ ഒപ്പനയും നടത്തിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ ദൃശ്യവിസ്മയം തീർക്കാൻ നമുക്ക് സാധിച്ചു. ഈ വരുന്ന 29-ാം തീയതി പാനൂരിന്റെ തെരുവുകളിൽ സാംസ്കാരിക പൈതൃകങ്ങൾ ഉയർത്തുന്ന, വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് വിസ്മയ കാഴ്ചകൾ ഈ നാടിന്റെ തെരുവുകളിൽ കൂടി 29-ാം തീയതി നടന്നു നീങ്ങും. ആ ഓരോ കാൽവെപ്പുകളിലും ഈ രാജ്യത്ത് വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവരുന്ന, മനസ്സിന്റെ അകത്ത് വെറുപ്പ് കൊണ്ടുവരുന്ന ഭാഷയുടെയും വേഷത്തിന്റെയും എല്ലാ മേഖലകളിലും വെറുപ്പ് കൊണ്ടുവരുന്നവർക്കുള്ള ശക്തമായ താക്കീതായി രാജ്യത്ത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കടന്നു പോകുമ്പോ ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കൂടെ ഞങ്ങളുണ്ട് എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ദൃശ്യവിസ്മയം കടന്നു പോകുന്നത്.
കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുമ്പോ നമ്മളെക്കാൾ കൂടുതൽ ചേർത്ത് പിടിച്ചവരുണ്ട്. ഈ രാജ്യത്തിന്റെ തെരുവുകൾ കണ്ടത് അതാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകള്, ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ കിടന്നിറങ്ങുന്ന ആളുകള് എല്ലാം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു കൂടെ നടക്കാൻ തയ്യാറായി. കോൺഗ്രസിനപ്പുറത്ത് ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് പറഞ്ഞ് കടന്നുപോയ രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് നമ്മളെന്ന് ഉറച്ചു പറയുന്ന ഒരു വേദിയായി ഇതിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. 29-ാം തീയതി ഈ തെരുവിൽ കൂടി നമ്മുടെ ജവഹർ ബാലമഞ്ചിന്റെ കുഞ്ഞുമക്കൾ കടന്നു പോവുകയാണ്. കുട്ടികളുടെ മനസ്സിലാണ് വെറുപ്പ് കൊണ്ടുവരുന്നത്. കുട്ടികളുടെ മനസ്സിൽ പൂമ്പാറ്റകളെ പോലെ കടന്നു പോകുന്ന, പാറിക്കളിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഈ രാജ്യത്തിന്റെ അസ്തിത്വങ്ങൾ തകർത്തുകൊണ്ട്, സാംസ്കാരിക പൈതൃകങ്ങൾ തകർത്തുകൊണ്ട്, ചരിത്ര സത്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആളുകളിൽ കൂടി ഇതാ നാളെ ഇവർ ഈ നാടിന്റെ മേൽവിലാസമാണ്, ഇവരാണ് ഈ നാടിൽ കൂടി അറിയപ്പെടുക എന്ന് കാണിച്ചു കൊടുക്കാൻ കോൺഗ്രസ് ഇതാ തയ്യാറായിരിക്കുന്നു. ഞങ്ങൾക്ക് വെറുപ്പില്ല, ഞങ്ങൾക്ക് ആരുടെ മുന്നിലും വെറുപ്പ് പറയാൻ സാധിക്കില്ല. സ്നേഹമാണ് ഞങ്ങൾ കാണിക്കുന്നത്. ആ സ്നേഹം കൊടുത്ത്, ആ സ്നേഹം വാങ്ങാൻ ഏത് രാഷ്ട്രീയ അക്രമത്തിനെതിരെയും നെഞ്ചുറപ്പോടുകൂടി നിന്ന് പോരാടാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് വിളിച്ചു പറയുന്ന ഒരു വേദിയായി ഇതിനെയും 29-ാം തീയതിയെയും പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, ജനാധിപത്യ വിശ്വാസികൾ ഞങ്ങളെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ആമുഖ പ്രഭാഷണങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അഭിവാദ്യം നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you so much, sir. Yes, moving on to the next most awaited moment. ഈ ഒരു മെഗാ തിരുവാതിരയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കണ്ണൂർ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഏറെ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ദൃശ്യ വിസ്മയത്തിന്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള സാജു KP, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള രമേശ് പർമത്ത് MLA, ഇവിടെ സന്നിഹിതരായിട്ടുള്ള KPCC നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ V സുരേന്ദ്രൻ മാസ്റ്റർ, ഏറെ പ്രിയപ്പെട്ട PPA സലാം, ഏറെ പ്രിയങ്കരനായ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനൻ, മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു KC, പ്രിയപ്പെട്ട ഇവിടെ സംസാരിച്ച CPM BJPയുടെയും അക്രമങ്ങൾക്ക് എതിരെ പോരാടി ശക്തമായ മുന്നേറ്റം നടത്തിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് KP ഹാഷിം, പ്രിയപ്പെട്ട CVA ജലീൽ, പ്രിയപ്പെട്ട ലിഷ ദീപക്, മറ്റ് സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, DCCയുടെ ഭാരവാഹികൾ, മറ്റ് നേതാക്കന്മാർ, ഇവിടെ മെഗാ തിരുവാതിരയ്ക്ക് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാം അവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒരു പരിപാടി വിജയിപ്പിക്കണമെങ്കിൽ അതിന് പിന്നിൽ കഠിനമായ അധ്വാനം വേണം. അത് വിജയിച്ചതിന്റെ ഒരു സംതൃപ്തിയിലാണ് ഇതിന്റെ സംഘാടകർ ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ എല്ലാവരെയും ചേർത്തിണക്കിക്കൊണ്ട്, എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട്, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുവാൻ വേണ്ടി ഈ രാജ്യത്തിന് സാധിക്കണം. ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് അതിന് സാധിക്കണമെന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മെഗാ തിരുവാതിര ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം നടന്ന മെഗാ ഒപ്പന
വൻ വിജയമാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ സംഘാടകരുടെ മികവ് തന്നെയാണ്, അതിൽ സംശയമില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരു വർഷം മെഗാ ദൃശ്യവിസ്മയം നടത്താൻ പറ്റിയില്ല എങ്കിലും കഴിഞ്ഞ വർഷം മുതൽ അത് വീണ്ടും തുടങ്ങി ഈ വർഷം അത് മനോഹരമായി പൂർത്തീകരിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്വേഷത്തിന്റെയും പകയുടെയും രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത്. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുവാൻ വേണ്ടിയാണ് നമുക്ക് സാധിക്കേണ്ടത്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഇവിടെ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, ആ യാത്ര കടന്നു പോകുമ്പോൾ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്തിണക്കിക്കൊണ്ടാണ് കടന്നുപോയത്. ആ യാത്രയെ എതിർത്തത് ഏത് കക്ഷികളാണ്, എത്രക്കാരാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ, രാജ്യത്തെ ഒന്നായി കാണുന്നവർ, അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, അതിൽ സാംസ്കാരിക നായകരുണ്ട്, അതിൽ സ്പോർട്സുകാരുണ്ട്, എല്ലാ നാനാതുറയിലുള്ള ജനങ്ങളുണ്ട്, അതിൽ പ്രായവ്യത്യാസമില്ലാതെ ജനങ്ങളുണ്ട്. എല്ലാവരെയും ചേർത്തെടുക്കിക്കൊണ്ട് എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ ഭാരത് ജോഡോ യാത്ര നടത്തിയിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുകയാണ്. അതുതന്നെയാണ് നമ്മുടെ സന്ദേശം. ഈ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തണം. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം, ആ നേതൃത്വത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കാലഘട്ടം തെളിയിച്ചിരിക്കുകയാണ്. അതിന്റെ സന്ദേശം കൂടി ഈ മെഗാ തിരുവാതിരയിലും ഈ ദൃശ്യവിസ്മയത്തിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഇവിടെ സമാധാനം വേണം, ഇവിടെ ശാന്തി വേണം, ഇവിടെ മതേതരത്വം നിലനിൽക്കണം, ഇവിടെ ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒന്നായി മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടെ MLA അടക്കമുള്ള മറ്റ് നേതാക്കന്മാരുടെ സംസാരിക്കാനുണ്ട്. ഇത് വൻ വിജയമായി മാറിയിരിക്കുകയാണ്. ഇതിന് പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അതുപോലെ അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ, മറ്റ് സഹോദര്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ, എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനി അങ്ങോട്ടും നമ്മുടെ ഈ സൗഹാർദ്ദം, ഈ നാടിന്റെ കൂട്ടായ്മ, ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നവർ എല്ലാ തുറയിലുമുള്ളവരുണ്ട്. ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് അവരെല്ലാവരും വിവിധ കുടുംബങ്ങളിൽ നിന്ന് വന്നവർ, വിവിധ നാടുകളിൽ നിന്ന് വന്നവർ, അവരെല്ലാവരും ഈ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ ഒന്നിച്ചുകൂടി നമ്മുടെ മതസൗഹാർദ്ദം, നമ്മുടെ ദേശീയത നമ്മളിവിടെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ നമുക്ക് ഇവിടുത്തെ പ്രതിജ്ഞ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ദൃശ്യവിസ്മയം, ഈ മെഗാ തിരുവാതിര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള ശ്രീ രമേശ് പറമ്പത്ത് MLA ഈ ഒരു ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു. എന്റെ എത്രയും പ്രിയപ്പെട്ട ഈ വിസ്മയ പരിപാടിയുടെ അധ്യക്ഷൻ KP സാജു അവറുകളെ, ഇവിടെ നമ്മെ എല്ലാവരെയും സാക്ഷി നിർത്തി നമുക്ക് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു, ഇവിടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ മാസ്റ്റർ, വേദിയിലുള്ള പ്രിയപ്പെട്ട കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കളെ, KPA പ്രിയപ്പെട്ട ജലീൽ തുടങ്ങി ഇവിടെ സന്നിധനായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയംഗമായ അഭിവാദ്യങ്ങൾ ഞാനിവിടെ സമർപ്പിക്കുകയാണ്. പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ മെഗാ തിരുവാതിര, ഇവിടെ അധ്യക്ഷ പ്രാസംഗികരും ഉദ്ഘാടകരും മറ്റെല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും അത് ഇന്ന് നശിപ്പിക്കുന്ന രീതിയിൽ ഫാസിസ്റ്റ് ശക്തികൾ ഈ രാജ്യത്ത് ഈ തരത്തിലുള്ള ഒത്തുചേരലും ഈ തരത്തിലുള്ള സ്നേഹ സൗഹാർദ്ദങ്ങൾ പങ്കുവെക്കലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം മതേതരത്വം അത് ഊട്ടിയുറപ്പിക്കുവാനും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തൂടെ മാത്രമേ ഈ രാജ്യത്ത് നടപ്പിലാകൂ എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പാനൂരിൽ നാം ഇന്നിവിടെ കാണുന്നത്. പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ഇവിടെ മാർട്ടിൻ ജോർജ് ഇവിടെ വളരെ വിശദമായി ഈ രാജ്യത്ത് നടക്കുന്ന
മതേതരത്വത്തെയും ജനാധിപത്യത്തെയും നശിപ്പിച്ചുകൊണ്ട് ഫാസിസ്റ്റ് ശക്തികൾ മുന്നേറുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. നമുക്കത് അവസാനിപ്പിച്ചേ മതിയാവൂ. ഇവിടെ സൗഹാർദ്ദവും സ്നേഹവും ഈ രീതിയിലുള്ള ഒത്തുചേരലിലൂടെ മതസൗഹാർദ്ദവും ഈ ഒത്തുചേരുന്നതിനപ്പുറത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. ഈ രീതിയിലുള്ള സ്നേഹവും സൗഹാർദ്ദവും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ സാധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യത്തിനും വളരെ മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനമായി നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. അതിന് ഈ രീതിയിലുള്ള പ്രവർത്തനത്തിന് നാം മുൻതൂക്കം കൊടുക്കണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, നിങ്ങൾ ലോകത്തിന്റെ നെറുകയിൽ പാനൂരിന്റെ മുഖം വളരെ വലുതായി നിങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ ഏറെ അഭിമാനിക്കുന്നു. ആ അഭിമാനം തീർത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധ്യമാവണമെന്ന് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിലും നിങ്ങൾക്കെല്ലാ ആളുകൾക്കും ആശംസകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. താങ്ക് യു സോ മച്ച് സാർ. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PPA സലാം അദ്ദേഹത്തെ കൂടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ചടങ്ങിന്റെ ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ KP സാജു, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യ നേതാക്കളെ, പാനൂർ ബ്ലോക്ക് കമ്മിറ്റി ഒരുക്കുന്ന ഈ ദൃശ്യ വിസ്മയ തിരുവാതിരയ്ക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യെസ്, താങ്ക് യു സോ മച്ച് സർ. നമുക്ക് നമ്മുടെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ആയിരിക്കുകയാണ്. ഈ ഒരു ചടങ്ങിന്റെ നന്ദി പ്രകാശനത്തിന് ശേഷം ദീപം കൈമാറിക്കൊണ്ട് ആ ദീപം തിരുവാതിരയ്ക്ക് നൽകിക്കൊണ്ട് തിരുവാതിര തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്തതായി നന്ദി പ്രകാശനമാണ്. നന്ദി പ്രകാശനത്തിന് ശേഷമായിരിക്കും ദീപം കൈമാറൽ ചടങ്ങ് നടക്കുക. നന്ദി പ്രകാശിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജനറൽ കൺവീനർ ദൃശ്യവിസ്മയം 2023 മിസ്റ്റർ CVA ജലീൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാന്യനായിട്ടുള്ള ദൃശ്യവിസ്മയം 2023 ചെയർമാനും ഈ സംഘാടക സമിതിയുടെ അധ്യക്ഷനുമായിട്ടുള്ള KP സാജു, ഈ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായിട്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ഇവിടെ സംസാരിച്ച പ്രിയങ്കരനായിട്ടുള്ള MLA രമേശ് പറമ്പത്ത് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 3 വർഷമായി കോവിഡ് കാലത്ത് 2 വർഷം ഒഴികെ ബാക്കി എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഈ വർഷം ഈ ഡിസംബർ 29 ജവഹർ ബാലമഞ്ചിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ സാംസ്കാരിക ഘോഷയാത്ര നടക്കുകയാണ്. അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഇന്നലെ ഈ നിയോജക മണ്ഡലത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും, അതേപോലെ ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1000 വനിതകളെ അണിനിരത്തിയിട്ടുള്ള മെഗാ തിരുവാതിരയും സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന ഡിസംബർ 21 നമുക്ക് പുതിയ തലമുറക്ക് ദേശീയ ബോധവും ഇന്ത്യ എന്റെ രാജ്യം എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ആ സാംസ്കാരിക ഘോഷയാത്രയിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളുടെയും പങ്കാളിത്തമുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഈ ദൃശ്യവിസ്മയം 2023 ആശയത്തിന് തന്നെ രൂപം കൊടുത്ത ബ്ലോക്ക് ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ, ബഹുമാന്യനായിട്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KP സാജുവിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഈ പരിപാടിയുടെ മെഗാ തിരുവാതിരയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അതിശക്തമായി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവർക്ക് എന്റെ പേരിലും ഈ സംഘാടക സമിതിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതേപോലെ ഇവിടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് അതിശക്തമായി നേതൃത്വം കൊടുക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് KP ഹാഷിമിന് ഞാൻ ഈ ചടങ്ങിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് വേണ്ടി സംസാരിച്ച ബഹുമാന്യനായിട്ടുള്ള രമേശ് പറമ്പത്ത് MLA, V സുരേന്ദ്രൻ മാസ്റ്റർ, അതേപോലെ ഇവിടെ സ്വാഗതം പറഞ്ഞ ഈ തിരുവാതിര
സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ ബ്ലോക്കിനകത്ത് നേതൃത്വം കൊടുത്ത ബ്ലോക്ക് മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ബിന്ദു KC, അതേപോലെ KPCCയുടെ മെമ്പർ വി സുരേന്ദ്രൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, അതേപോലെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ്, ജവഹർ പാർലമെന്റിന്റെ സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ലിഷ ദീപക്, മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള PPS സലാം, അതേപോലെ PK ഷാഹുൽ ഹമീദ് ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന എല്ലാ വേദിയിലുള്ള ജില്ലാ മഹിളാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷിബിന, അതേപോലെ KPSTയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമേശൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കന്മാർ, മണ്ഡലം പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ, DCC ഭാരവാഹികൾ, അതിനേക്കാൾ ഉപരിയായി ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി നല്ല രീതിയിൽ നേതൃത്വം കൊടുത്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, അതേപോലെ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ഈ പരിപാടിയുമായി ഇവിടെ പേര് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ പേര് പരാമർശിക്കേണ്ടി വരുന്നു. ആ രീതിയിൽ കഴിഞ്ഞ 2 മാസമായി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്. യെസ്, താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ദീപം കൈമാറൽ ചടങ്ങാണ്. ദീപം കൈമാറുന്നതിനു വേണ്ടി KPCC മെമ്പറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള വി സുരേന്ദ്രൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ദീപസമർപ്പണം നടത്തുന്നത് ശ്രീജ മഠത്തിലാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ്. ശ്രീജ മഠത്തിലിനെ ദീപസമർപ്പണം നടത്തുന്നതിന് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ശ്രീജ മഠത്തിലിനെ അനുഗമിക്കുന്നത് ദൃശ്യവിസ്മയം ചെയർമാൻ KP സാജു, ശ്രീജ മഠത്തിൽ രജനി രമാനന്ദ്, ബിന്ദു KC, പ്രജിഷ, ശ്യാമള, സുപ്രിയ, മറ്റ് കോൺഗ്രസ് മഹിളാ നേതാക്കളും കൂടിയാണ്. ശ്രീജ മഠത്തിലിനെ അനുഗമിക്കുന്നു മഹിളാ കോൺഗ്രസ് നേതാക്കൾ. പാനൂരിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്ന ആ ഒരു ദിവസം ഇന്നാണ്. യെസ്, 1000 കൈകൾ ഒന്നിച്ച് തിരുവാതിര കളി കൊട്ടുന്ന മനോഹരമായിട്ടുള്ള മുഹൂർത്തത്തിന് നിങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ നാട് സാക്ഷിയാകുന്ന ചരിത്ര മുഹൂർത്തം വന്നെത്തുകയായി. ദൃശ്യവിസ്മയം 2023ന്റെ ഭാഗമായിട്ടുള്ള മെഗാ തിരുവാതിരയ്ക്ക് ഔപചാരികമായി തിരിതെളിയാൻ വേണ്ടി പോവുകയാണ്. 1000 കൈകൾ ഒന്നിച്ച് തിരുവാതിര കൊട്ടുമ്പോൾ 10,000 കണ്ണുകൾ വളരെ മനോഹരമായിട്ട് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് പാനൂരിന്റെ മണ്ണിലെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്ന അസുലഭ നിമിഷത്തിലേക്ക് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു ചരിത്ര നിമിഷത്തിന് തിരിതെളിഞ്ഞ വിവരം സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. നിങ്ങളുടെ കണ്ണിനും മനസ്സിനും കുളിർമ അണിയിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യ വിസ്മയ രാവിനെ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ധന്യമുഹൂർത്തത്തിന് സാക്ഷികളാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. Anyway, thank you so much all of you for being here. Thank you. Yes, the most awaited and most eagerly waited moment is here. നമ്മുടെ തിരുവാതിര ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരുടെയും കൈൻഡ് അറ്റൻഷൻ ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു.
സ്നേഹമുള്ളവരെ, പാനൂരിന്റെ മണ്ണിൽ നമ്മൾ കാത്തിരുന്ന് രാഷ്ട്രീയ സാംസ്കാരിക ഉത്സവം വരികയായി. സ്ത്രീകളുടെ സംഘശക്തിയും കൂട്ടായ്മയും വിളിച്ചോതുന്ന 1000 മഹിളാരത്നങ്ങൾ കൈകോർക്കുന്ന മെഗാ തിരുവാതിര. പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുന്ന ദൃശ്യവിസ്മയം 2023 ഭാഗമായി മഹിളാ കോൺഗ്രസിന്റെ 1000 വനിതകൾ ഒരുക്കുന്ന മെഗാ തിരുവാതിര. ഒരുമയുടെയും പാരസ്പര്യത്തിന്റെയും തേൻ ചൊരിയുന്ന ദൃശ്യവിസ്മയത്തിലേക്ക്, മെഗാ തിരുവാതിരയിലേക്ക് നിങ്ങൾക്കും സഹർഷം സ്വാഗതം. പ്രിയരെ, സ്നേഹത്തിന്റെ തേന്മാവിൽ സൗഹൃദത്തിന്റെ ഊഞ്ഞാൽ കെട്ടി പുതിയ കാലത്തിന്റെ കലുഷാന്തരീക്ഷത്തെ സ്നേഹ സൗഹൃദ കൂട്ടായ്മകളുടെ അമൃതധാര കൊണ്ട് സംശുദ്ധീകരിക്കാൻ പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുന്ന ദൃശ്യവിസ്മയം മെഗാ തിരുവാതിര. ഈ തിരുവാതിരയ്ക്ക് വേണ്ടിയുള്ള ഗാനരചന നിർവഹിച്ചിട്ടുള്ളത് സജീവ് ഒതിയോത്താണ്. അതേപോലെ തന്നെ നൃത്താവിഷ്കരണം നടത്തിയിട്ടുള്ളത് ബിന്ദു KC ആൻഡ് ടീമാണ്. നമ്മുടെ തിരുവാതിര ആരംഭിക്കുകയാണ്.
പുലരണി സൗഭാഗ്യം ദേവദേവാ പുലരണി സൗഭാഗ്യം ദേവദേവാ. താങ്ക് യു സോ മച്ച്. ഈ ഒരു മെഗാ തിരുവാതിര ഇത്രയും വളരെ മനോഹരമായിട്ട് ചടുലതയോടുകൂടെ അവതരിപ്പിച്ച 1000 വനിതകൾക്കും അവരെ ഇത്രയും മനോഹരമായിട്ട് അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ട് അവരെ ഏകോപിപ്പിച്ച ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബിന്ദു KCക്കും അതേപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അരങ്ങിലും അണിയറയിലുമായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. എസ്പെഷ്യലി ഈ ഒരു ഗാനം രചിച്ച സജീവ് ഒതിയോത്ത്, നൃത്താവിഷ്കാരം നടത്തിയ ബിന്ദു KC ആൻഡ് ടീം, അങ്ങനെ എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു വേദിയിൽ